അതെ സാർ, എല്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ ഇട്ട് തരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കണം സാർ? മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഞാനൊരു ചേട്ടനായിട്ട് കരുതി അദ്ദേഹത്തിന് ഞാൻ ശരിയാണ്. ഞാൻ തലേ ദിവസം പ്രഷർ സഹിച്ച് എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്തുകൊണ്ട് പ്രഷർ സഹിച്ച് ഞാൻ ഇരുന്നപ്പോൾ ഒരു ചേട്ടനായിട്ട് കരുതി മാത്രമാണ് അദ്ദേഹത്തെ. രതീഷ്, യെസ് സർ. ഇത് കൺഫെഷൻ റൂമാണ്. നിങ്ങളുടെ നാടകം ഇവിടെ ആവശ്യമില്ല. ഓക്കെ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഞാൻ അവിടെ പ്രഷർ സഹിച്ച് ആകെ മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. മര്യാദയുടെ രീതിയിൽ വീട്ടിൽ തുടരാമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. എനിക്ക് പറയാൻ അനുവദിക്കാമോ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? രതീഷിനോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ സാർ. അതെ സാറേ, തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഇപ്പോ ഒന്നും പറയണ്ട സാർ. ഞാൻ പോകാൻ തയ്യാറാണ് സാർ. ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായി. ഇത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് സാർ. ഞാൻ പോകാൻ തയ്യാറാണ്. കാരണം ഇത് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വരാനും പോകാനും കഴിയില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ജനങ്ങൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും. ഓ സാർ, അറിയാം. പക്ഷെ ഇത്രയും മോശപ്പെട്ട കാര്യം എനിക്കിത് രണ്ടുപേർക്കും പോകാം. സാർ, എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നത് അത് കാരണമാണ് സാർ. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. എന്നെ ഒന്ന് അനുവദിച്ചാൽ വലിയ. രതീഷ്, പോകാം. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യം കിടക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണാവല്ലേ?